ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ യൂണിറ്റ് 1-ൻ്റെ തന്നെ 7ാമത്തെ ചാപ്റ്ററായ സുവോളജിയുടെ പോർഷനാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. നമ്മൾ കഴിഞ്ഞ 2 പാഠങ്ങളിലായിട്ട് ആനിമൽസിൻ്റെ വിവിധ തരത്തിലുള്ള ഓർഗനൈസേഷൻ, സ്ട്രക്ചറൽ ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് വളരെ ഡീറ്റെയിൽസ് ആയിട്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷനെ കുറിച്ചും ഡിഫറെൻറ്റ് ടിഷ്യൂസിനെ കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് ഹാവ് എ സിമിലർ സ്ട്രക്ചർ ആൻഡ് ആക്ട് ടുഗദർ ടു പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ. ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഒരു കൂട്ടം സെൽസുകൾ ഒരുമിച്ച് ചേർന്ന് അതിൻ്റെ സ്ട്രക്ചറും സിമിലർ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലെ ഇൻ്റർസെല്ലുലാർ സബ്സ്റ്റൻസ്, അത് പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസ്, ഇതെല്ലാം സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫങ്ഷൻ ആയിരിക്കും അത് പെർഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഒരേപോലെയുള്ള ഫങ്ഷൻ നിർവഹിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടിഷ്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. The structure of the cells vary according to their function. അപ്പോൾ ടിഷ്യൂ ആണെങ്കിൽ പോലും, ഒരു ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ആണെങ്കിൽ പോലും ഓരോ സെൽസിൻ്റെയും, ആ ഗ്രൂപ്പിലുള്ള ഓരോ സെൽസിൻ്റെയും സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് സെൽസിലെ ഫങ്ഷനും വ്യത്യാസമായിരിക്കും. അങ്ങനെ ആ ഫങ്ഷൻ്റെയും സ്ട്രക്ചറിൻ്റെയും വ്യത്യാസം അനുസരിച്ച് ആനിമൽ ടിഷ്യൂസിനെ എത്രയായിട്ട് തരംതിരിക്കുന്നു, അതിൻ്റെ ഓരോന്നിൻ്റെയും ഫങ്ഷൻ എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ there are 4 basic tissue types defined by their morphology and function. അപ്പോൾ ടിഷ്യൂസിൻ്റെ മോർഫോളജിയും അതിൻ്റെ ഫങ്ഷനെയും ബേസ് ചെയ്തുകൊണ്ട് പ്രധാനമായും ആനിമൽ ടിഷ്യൂസ് 4 തരമാണ്. ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് മസ്കുലാർ ടിഷ്യൂ എന്നും ന്യൂറൽ ടിഷ്യൂ ആണ് പറയുന്നത്. മസ്കുലാർ ടിഷ്യൂവിനെ നമ്മൾ മസിൽ ടിഷ്യൂ എന്നും നെർവസ് ടിഷ്യൂവിനെ നമ്മൾ ന്യൂറൽ ടിഷ്യൂ എന്നും നമുക്ക് പറയാം. അപ്പോൾ ദർ ആർ 4 ഡിഫറെൻറ്റ് ആനിമൽ ടിഷ്യൂസ് പ്രസൻറ്റ് ഇൻ ദ ആനിമൽ: എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. ഓർക്കുക, ഇനി അടുത്തതായിട്ട് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ മെയിനായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ എപ്പിത്തീലിയം എന്നും കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിമ്പിൾ എപ്പിത്തീലിയമാണ്. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ കമ്പോസ്ഡ് ഓഫ് സിംഗിൾ ലെയർ ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്, അതിൻ്റെ സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലെയർ ആയിരിക്കും. ഒറ്റ ലെയർ കൊണ്ട് മാത്രം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എപ്പിത്തീലിയമാണ് സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. ഈ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്ക്വാമോസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളുംനാർ എപ്പിത്തീലിയം. സ്ക്വാമോസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളുംനാർ എപ്പിത്തീലിയം എന്നിങ്ങനെ 3ആയിട്ടാണ് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചോളുക. ഇത് സ്ക്വാമോസ് എപ്പിത്തീലിയത്തിൻ്റെ പടമാണ്. ഇതിൻ്റെ പ്രത്യേകത നോക്കിക്കേ, സിംഗിൾ തിൻ ലെയറാണ്, ഒറ്റ ലെയർ മാത്രമേ ഉള്ളൂ. തിൻ ലെയർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? ഫ്ലാറ്റൻഡ് സെൽസാണ്. ഫ്ലാറ്റ് പോലെ ഇരിക്കും ഇതിൻ്റെ സെൽസ്. എന്നാൽ അടിഭാഗത്ത് ആ സെല്ലൊന്ന് ശ്രദ്ധിച്ചേ, വളരെ ഫ്ലാറ്റായിട്ടല്ലേ കാണപ്പെടുന്നത്, പരന്ന ഒരു രീതിയിലല്ലേ അത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഇറഗുലറായിട്ടുള്ള ബൗണ്ടറീസോട് കൂടി
വളരെ ഫ്ലാറ്റൻഡ് ആയിട്ടാണ് ഈ സ്ക്വാമോസ് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. ഇത് സാധാരണ ഇത് കാണപ്പെടുന്നത് ബ്ലഡ് വെസൽസിൻ്റെയും ലങ്സിൻ്റെ എയർ സാക്സുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. എവിടെയാണ്? ഇറ്റ് ഫൗണ്ട് ഇൻ ദ വോൾസ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് എയർ സാക്ക് ഓഫ് ദ ലങ്സ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോമിങ് ഡിഫ്യൂഷൻ ഡിഫ്യൂഷൻ നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വാമോസ് എപ്പിത്തീലിയം എന്ന് പറയുന്ന സിംഗിൾ തിൻ ലെയർ ആണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. ബ്ലഡ് വെസൽസിൻ്റെ വോൾസിലും ലങ്സിൻ്റെ എയർ സാക്കുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫോമിങ് ഡിഫ്യൂഷൻ ബൗണ്ടറീസ് ആണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, മറ്റേ പടത്തിൽ നിന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത നോക്കിയേ. ഇതിൻ്റെ ബേസ് ഭാഗം എന്ന് പറയുന്നത് എന്ത് സ്ട്രക്ചറാണ്? ക്യൂബാണ് അല്ലേ? ക്യൂബിൻ്റെ സ്ട്രക്ചറാണ്. മറ്റേത് ഫ്ലാറ്റ് ആയിരുന്നു, ഇത് ക്യൂബാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേര് ക്യൂബ് സ്ട്രക്ചർ ആയതുകൊണ്ട് ഇതിനെ ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്നാണ് പറഞ്ഞത്. ഇവിടെയും സിംഗിൾ ലെയർ ആണല്ലോ, ഒറ്റ ലെയറിലാണ് കാണപ്പെടുന്നത്. സെല്ലെന്ന് പറയുന്നത് എന്തുപോലെ ഇരിക്കും? ക്യൂബ് ലൈക്ക് സെൽസ് ആണ്. ഇത് സാധാരണ കാണപ്പെടുന്നത് ഡക്ട് ഓഫ് ഗ്ലാൻഡുകളുടെ ഡക്റ്റുകളിലും കിഡ്നിയുടെ നെഫ്രോൺസിൻ്റെ ട്യൂബുലർ പാർട്സുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. എവിടേക്കാണ്? കോമൺലി ഫൗണ്ട് ഇൻ ഡക്ട് ഓഫ് ഗ്ലാൻഡ്സ് ആൻഡ് ട്യൂബുലർ പാർട്സ് ഓഫ് നെഫ്രോൺസ് ഇൻ കിഡ്നിയുടെ നെഫ്രോൺസിൻ്റെ ട്യൂബുലർ പാർട്സുകളിലുമാണ് ഇത് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫങ്ഷനും എന്താണ്? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ ആണ്. സ്ക്വാമോസ് എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡിഫ്യൂഷനാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷനും അബ്സോർപ്ഷനുമാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത നോക്കിയാൽ ഇതിൻ്റെ സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ക്യൂബിലായിരിക്കും. സ്ക്വാമോസ് എപ്പിത്തീലിയം ഫ്ലാറ്റൻഡ് സെൽസ് ആണ്. ഓക്കെ, ഇത് നോക്കി ഇതിൻ്റെ ബേസിലുള്ള ആ സെൽസിൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ കോളം പോലല്ല ഇരിക്കുന്നത്, നീണ്ടായിരിക്കുന്നത് അല്ലേ? കോളംനാർ എപ്പിത്തീലിയം എന്നാണ് ഇതിൻ്റെ പേര്. സിംഗിൾ ലെയർ, ഇവിടെയും സിംഗിൾ ലെയർ ആണ്. ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ് അല്ലേ? വീതി കുറഞ്ഞ വളരെ നീളം കൂടിയ സ്ലെൻഡർ സെൽസ് ആണ് കോളംനാർ എപ്പിത്തീലിയത്തിനുള്ളത്. പിന്നെ നോക്കിക്കേ, ഇതിൻ്റെ ആ ഏറ്റവും താഴെ കാണപ്പെടുന്ന ആ റൗണ്ട് ഷേപ്പിൽ കാണപ്പെടുന്നത് ആ സെൽസിൻ്റെ ന്യൂക്ലിയ ആണ്. ആ ന്യൂക്ലിയ എവിടെ കാണപ്പെടുന്നത്? ന്യൂക്ലിയ ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ സെൽസിൻ്റെ ബേസിലാണ് ന്യൂക്ലിയസ് കാണപ്പെടുന്നത്. മനസ്സിലായല്ലോ? സിംഗിൾ ലെയർ ആണ്, ടോൾ ആൻഡ് സ്ലെൻഡർ സെൽസ് ആണ്, ന്യൂക്ലിയ ആർ ലൊക്കേറ്റഡ് അറ്റ് ബേസ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രീ സർഫസ് മേ ഹാവ് മൈക്രോവില്ലെ. ഇതിൻ്റെ ഫ്രീ സർഫസിൽ എന്തുണ്ടാവും? മൈക്രോവില്ലെ കാണും. ഇത് കാണപ്പെടുന്നത് ഫൗണ്ട് ഇൻ ദ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻഡസ്റ്റൈനിൻ്റെയും സ്റ്റൊമക്കിൻ്റെയും ഒക്കെ ലൈനിങ് ആയിട്ടാണ് കോളംനാർ എപ്പിത്തീലിയം കാണപ്പെടുന്നത്. ഇതിൻ്റെയും ഫങ്ഷൻ എന്താണ്? സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പോൾ ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച എപ്പിത്തീലിയൽ ടിഷ്യൂസിൻ്റെ ഫസ്റ്റ് എപ്പിത്തീലിയൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് അത് കമ്പോസ് ചെയ്തിരിക്കുന്ന സിംഗിൾ ലെയർ കൊണ്ടാണ്. അങ്ങനെ സിംഗിൾ ലെയർ കൊണ്ട് കമ്പോസ് ചെയ്തിട്ടുള്ള സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് പറഞ്ഞത്? സ്ക്വാമോസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം ആൻഡ് കോളംനാർ എപ്പിത്തീലിയം. ഈ കാണപ്പെടുന്നതാണ് കോളംനാർ എപ്പിത്തീലിയം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? കോളം ഷേപ്ഡ് ആണ് ഇതിൻ്റെ സെല്ലെന്ന് പറയുന്നത്. നീളമുള്ള ടോൾ സെൽസ് എന്ന് ഇതിന് പറയും. ടോൾ സെൽസ് അല്ലെ സ്ലെൻഡർ സെൽസ് കൊണ്ടാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ലെൻഡർ സെൽസ് ആണ് ഇതിൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സെക്രീഷനും അബ്സോർപ്ഷനും ആണ്. ഇതിൻ്റെ സെൽസിൻ്റെ ന്യൂക്ലിയസ് കാണപ്പെടുന്നത് ബേസിലാണ് കാണപ്പെടുന്നത്. സാധാരണയായിട്ട് സ്റ്റൊമക്കിൻ്റെയും ഇൻഡസ്റ്റൈനിൻ്റെയൊക്കെ ലൈനിങ്ങിലാണ് ലൈനിങ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ സെല്ലാണ് ഏതെന്ന് പറയുന്നത്? സ്ക്വാമോസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സ്ക്വാമോസ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലാറ്റൻഡ് ഷേപ്പാണ്. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്യൂഷനാണ് ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അടുത്ത് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ആണ് എന്തെന്ന് പറയുന്നത് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇതിൻ്റെ സെല്ലിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താ, ക്യൂബ് ലൈക്ക് ഷേപ്പാണ്. ഇതിൻ്റെ പ്രത്യേകതയും എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്, സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷനാണ്. ഇത് കാണപ്പെടുന്നത് എവിടെയാണ്, പിന്നെ എന്താ ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇൻ നെഫ്രോൺസിലൊക്കെയാണ്, കിഡ്നിയുടെ നെഫ്രോൺസിലൊക്കെയാണിത് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കൊള്ളുക. സ്ക്വാമോസ് എപ്പിത്തീലിയൽ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് എക്സ്ട്രീംലി തിൻ സെൽസ് ദാറ്റ് റിസംബിൾ ദ സ്കെയിൽസ് ഓഫ് ഫിഷ്. അല്ലേ, ആ പടം ശ്രദ്ധിച്ചാൽ മതി. ഫിഷിൻ്റെയൊക്കെ സ്കെയിൽസിലിരിക്കുന്നത് അതൊരു ഫ്ലാറ്റൻ ഷേപ്പാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഫിഷിൻ്റെ സ്കെയിലിരിക്കുന്നതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതേപോലത്തെ ഒരു ഷേപ്പിലാണ് സ്ക്വാമോസ് എപ്പിത്തീലിയൽ ടിഷ്യൂസ് കാണപ്പെടുന്നത്. Cuboidal epithelial tissues contain cells that appear square in cross section but are marginally longer than they are wide. അപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ഇത് കാണപ്പെടുന്നത്. ക്യൂബോയിഡിൽ ക്യൂബിൻ്റെ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂ കൺസിസ്റ്റ് ഓഫ് ഇലോങ്ങേറ്റഡ് സെൽ ഇൻവോൾവ് ഇൻ ദ ടിഷ്യൂസ്. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഓഫ് സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് സ്ക്വാമോസ് എപ്പിത്തീലിയൽ ടിഷ്യൂ, ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂ ആൻഡ് കൊളുംനാർ എപ്പിത്തീലിയൽ ടിഷ്യൂസ്. അടുത്തത് നമുക്ക് ഇതിനകത്തിൽ ഡിസ്കസ് ചെയ്യാവുന്ന അടുത്തൊരു കാര്യമാണ് ഈ ചില കൊളുംനാർ അല്ലെങ്കിൽ ക്യൂബോയിഡ് എപ്പിത്തീലിയൽ സിൽസ് എന്ന് പറയുന്ന ടിഷ്യൂസ് എന്ന് പറയുന്നത് ബിയർ സീലിയ ഓൺ ദെയർ ഫ്രീ സർഫസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രീ സർഫസിലാണ് ഇത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഈ എന്താ ആനിമൽ ടിഷ്യൂസ് സിമ്പിൾ എപ്പിത്തീലിയം കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിലെ ഈ ചില ക്യൂബോയിഡൽ ടിഷ്യൂവും കോളുംനാർ എപ്പിത്തീലിയവും അതിൻ്റെ ഫ്രീ സർഫസിൽ എന്ത് കാണപ്പെടുന്നു, സീലിയ കാണപ്പെടുന്നുണ്ട്. ആ സീലിയ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ടിഷ്യൂസിന് പറയുന്ന പേരാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. അപ്പോൾ ചില സിമ്പിൾ എപ്പിത്തീലിയത്തിൻ്റെ കോളുംനാർ എപ്പിത്തീലിയത്തിൻ്റെയോ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെയോ ഫ്രീ സർഫസിൽ സീലിയ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ എ സ്പെസിഫിക് ഡയറക്ഷൻ ഓവർ ദ എപ്പിത്തീലിയം. ഈ എപ്പിത്തീലിയത്തിൻ്റെ പുറമേ ആയിട്ട് അല്ലെങ്കിൽ എപ്പിത്തീലിയത്തിലോട്ട് അതിൻ്റെ ഡയറക്ഷൻ, എന്തിൻ്റെ ഡയറക്ഷനാണ്, മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസിൻ്റെയോ ചില പാർട്ടിക്കിൾസിൻ്റെയോ പ്രത്യേക മൂവ്മെൻറ്റ്, ഒരു പ്രത്യേക ഡയറക്ഷൻസിലേക്കുള്ള മൂവ്മെൻറ്റിനെ സഹായിക്കുക എന്നുള്ളതാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ. അപ്പോൾ സീലിയ ഉള്ളത് കൊണ്ട് ആ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ഈ പറയുന്ന പ്രത്യേക പാർട്ടിക്കിൾസും മ്യൂക്കസും ഒക്കെ മൂവ് ചെയ്യും. പിന്നെ ഇത് കാണപ്പെടുന്നത് സീൻ ഇൻ ഇന്നർ സർഫസ് ഓഫ് ദ ഹോളോ ഓർഗൻസ് ലൈക്ക് ബ്രോങ്കിയോൾസ് ആൻഡ് ഫലോപ്പിയൻ ട്യൂബ്സ്. അപ്പോൾ ഹോളോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്യാപ്പുള്ള അല്ലെ കുഴിയുള്ള അകത്തൊന്നുമില്ലാത്ത ട്യൂബ് ലൈക്ക് പോലുള്ള സ്ട്രക്ചറിനാണ് ഹോളോ എന്ന് പറയുന്നത്. അപ്പോൾ ഹോളോ ഓർഗൻസ് ആയ ബ്രോങ്കിയോൾസിൻ്റെയും ഫലോപ്പിയൻ ട്യൂബ്സിൻ്റെയും ഒക്കെ ഇന്നർ സർഫസിലാണ് ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണപ്പെടുന്നത്. ആ ഫലോപ്പിയൻ ട്യൂബ്സിലൂടെയും ബ്രോങ്കിയോൾസിൽ കൂടെയും ചില പ്രത്യേക തരത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെയോ അല്ലെ ചില മ്യൂക്കസിൻ്റെയൊക്കെ സെക്രീഷന് ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം സഹായിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ. അപ്പോൾ ചില കോളുംനാർ എപ്പിത്തീലിയവും എപ്പിത്തീലിയൽ ടിഷ്യൂസും ക്യൂബോയിഡൽ എപ്പിത്തീലിയൽ ടിഷ്യൂസും സീലിയ അതിൻ്റെ ഫ്രീ സർഫസിലുണ്ടെങ്കിൽ അതിനെയാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ടിഷ്യൂസ് സാധാരണ കാണപ്പെടുന്ന ഹോളോ ഓർഗൻസായ ബ്രോങ്കിയോൾസിലും ഫലോപ്പിയൻ ട്യൂബ്സിലുമാണ്. ആ ഫലോപ്പിയൻ ട്യൂബ്സിലും ബ്രോങ്കിയോൾസിൻ്റെയും അതിൻ്റെ പ്രത്യേക തരത്തിലുള്ള പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയം സഹായിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ചില കോളുംനാർ അല്ലെങ്കിൽ ക്യൂബോയിഡൽ സെൽസ്, ഈ ക്യൂബോയിഡൽ സെൽസിലോ അല്ലെ കോളുംനാർ സെൽസിലോ സം ഓഫ് കോളുംനാർ ഓർ ക്യൂബോയിഡൽ സെൽസ് ഗെറ്റ് സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്രീഷന് വേണ്ടി മാത്രമുള്ള ചില പ്രത്യേക സ്ട്രക്ചറുണ്ട്. അത്തരത്തിലുള്ള എപ്പിത്തീലിയത്തിന് പറയുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. എന്താണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം? അപ്പോൾ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ some columnar or cuboidal cells get specialized for സെക്രീഷന് വേണ്ടി മാത്രമുള്ള ചില എപ്പിത്തീലിയമുണ്ട്. അതിന് പറയുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അത് കോളുംനാർ എപ്പിത്തീലിയത്തിൻ്റെയോ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിലോ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ ഈ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. യൂണിസെല്ലുലാർ
ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഉണ്ട്. അപ്പോൾ യൂണിസെല്ലുലാർ എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം കൺസിസ്റ്റിംഗ് ഓഫ് ഐസൊലേറ്റഡ് ഗ്ലാൻഡുലാർ സെൽ. ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒറ്റ സെൽസ് മാത്രമേ അതിനകത്തിൽ കാണപ്പെടുത്തുള്ളൂ. എലിമെൻ്ററി കനാലിൻ്റെ ഗോബ്ലറ്റ് സെൽസ് അതിന് ഉദാഹരണമാണ്. ഒറ്റ സെൽ കൺസിസ്റ്റിംഗ് ഓഫ് ഐസൊലേറ്റഡ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. യൂണിസെല്ലുലാർ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ കൺസിസ്റ്റിംഗ് ഓഫ് ഐസൊലേറ്റഡ് ഗ്ലാൻഡുലാർ സെൽസ്. അപ്പോൾ ആ ഗ്ലാൻഡുലാർ സെൽസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഗെറ്റ് സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്രീഷൻ. അപ്പോൾ എലിമെൻ്ററി കനാലിൻ്റെ ഗോബ്ലറ്റ് സെൽസിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമാണ് യൂണിസെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്രീഷൻ. അടുത്ത രണ്ടാമത്തെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയമാണ് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഇറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ക്ലസ്റ്റർ ഓഫ് സെൽസ്. ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസാണ് അതിനകത്ത് കാണപ്പെടുന്നത്. സലൈവറി ഗ്ലാൻഡ് അതിന് ഉദാഹരണമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ചില കോളുംനാർ എപ്പിത്തീലിയവും നമ്മുടെ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന് ഫ്രീ സർഫസിൽ സീലിയ ഉണ്ടെങ്കിൽ അതിനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്നും, ചില കോളുംനാർ എപ്പിത്തീലിയത്തിൻ്റെയും ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിനും സെക്രീഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന തരത്തിലുള്ള എപ്പിത്തീലിയം ഉണ്ടെങ്കിൽ അതിനെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നും. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്ന 2 ടൈപ്പാണ്. യൂണിസെല്ലുലാറും ഉണ്ട്, മൾട്ടി സെല്ലുലാറും ഉണ്ട്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് പോറിംഗ് ഓഫ് സെക്രീഷൻ. അപ്പം നമ്മൾ പറഞ്ഞു എന്താ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്തിനെ സഹായിക്കുന്നു? സ്പെഷ്യലൈസ്ഡ് ഫോർ സെക്രീഷൻ എന്ന് പറയുന്നു. അപ്പോൾ പോറിംഗ് ഓഫ് സെക്രീഷൻ്റെ മോഡ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഗ്ലാൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? എക്സോക്രൈൻ ഗ്ലാൻസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസ്. ഏതൊക്കെയാണ്? എക്സോക്രൈൻ ഗ്ലാൻസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസ്. അപ്പോൾ എക്സോക്രൈൻ ഗ്ലാൻസിൻ്റെ പ്രത്യേകത നോക്കിക്കേ. ഇറ്റ് സെക്രീറ്റ് മ്യൂക്കസ്, സലൈവ, ഇയർ വാക്സ്, ഓയിൽ, മിൽക്ക്, ഡൈജസ്റ്റീവ് എൻസൈം ആൻഡ് അതർ സെൽ പ്രോഡക്ട്സ്. അപ്പോൾ എക്സോക്രൈൻ ഗ്ലാൻസിൻ്റെ മെയിനായിട്ട് നമ്മൾ ഓർത്താൽ മതി, പുറത്തോട്ട് പോകുന്ന, അതായത് സെൽസിന് പുറത്തേക്ക് പോകുന്ന തരത്തിലുള്ള സെക്രീഷനാണ് അത് സെക്രീറ്റ്സ് മ്യൂക്കസ്, സലൈവ, ഇയർ വാക്സ്, ഓയിൽ, മിൽക്ക്, ഡൈജസ്റ്റീവ് എൻസൈം ആൻഡ് അതർ സെൽ പ്രോഡക്ട്സ്. മറ്റ് സെല്ലുകൾ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സുകളെല്ലാം ഈ എക്സോക്രൈൻ ഗ്ലാൻസിൻ്റെ സെക്രീഷന് സഹായിക്കുന്നവയാണ്. അടുത്തത് നമ്മൾ പറഞ്ഞ രണ്ടാമത്തത് ഏതാണ്? എൻഡോക്രൈൻ ഗ്ലാൻസ്. എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞേ? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് എൻഡോക്രൈൻ ഗ്ലാൻസ്. ഇൻടു ദ ഫ്ലൂയിഡ് ബാത്തിങ് ഗ്ലാൻസിലേക്ക് തന്നെ ഹോർമോൺസിനെ ഡയറക്റ്റ്ലി ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിച്ചത് എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ചാണ്. ആനിമൽ ടിഷ്യൂസിൻ്റെ ഒന്നാമത്തെ ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത്. എപ്പിത്തീലിയൽ ടിഷ്യൂ മെയിനായിട്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ, കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന്. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് കമ്പോസ്ഡ് ഓഫ് സിംഗിൾ ലെയറാണ്. അതിൽ തന്നെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വാമോസ്, ക്യൂബോയിഡൽ ആൻഡ് കോളുംനാർ എപ്പിത്തീലിയം. സ്ക്വാമോസ് എപ്പിത്തീലിയം എന്ന് പറയുന്നത് ഫ്ലാറ്റൻ ഷേപ്പാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ക്യൂബിൻ്റെ ഷേപ്പാണ്. കോളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് എന്താണ്? കോളം ഷേപ്ഡാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ചില കോളുംനാർ എപ്പിത്തീലിയത്തിൻ്റെയും ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെയും ടിഷ്യൂ സീലിയ ബിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്ന് പറഞ്ഞു. പിന്നെ ചില കോളുംനാർ എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയവും സ്പെഷ്യലൈസ്ഡ് സെക്രീഷന് വേണ്ടി മാത്രം സഹായിക്കുന്ന ചില സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ടെങ്കിൽ അതിനെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞു. അതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാറും. ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് പോറിംഗ് ഓഫ് സെക്രീഷൻ ഗ്ലാൻസ് അതിനെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസ് എന്ന് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് അതിൻ്റെ രണ്ടാമത്തെ പോർഷൻ, എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. അതിലെ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിനെ കുറിച്ചാണ് നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്. ഓക്കെ.
അപ്പോൾ കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത് മൾട്ടി ലെയേർഡ് സെൽസാണ്. നോക്കിക്കൊള്ളുക, ഇതിൻ്റെ ബേസിലുള്ള സെൽസുകളെല്ലാം ഒന്ന് നോക്കിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ സെൽസ് നോക്കിയാൽ പല തരത്തിലുള്ള ലെയറുകളുള്ള സെല്ലാണ്. ബട്ട് ലിമിറ്റഡ് റോൾ ഇൻ സെക്രീഷൻ അബ്സോർഷൻ. ഇതിന് ചെറിയ ലിമിറ്റഡ് റോളേ ഉള്ളൂ. എന്താണ്? സെക്രീഷൻ അബ്സോർഷന് മാത്രമാണിത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻ നോക്കിയാൽ ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രെസ്. ശരീരത്തിനുള്ളിലെ മെക്കാനിക്കലായിട്ടുള്ള കെമിക്കൽ സ്ട്രെസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുക എന്നുള്ളതാണ് ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ശരീരം പ്രൊവൈഡ് കവർ ദ ഡ്രൈ സർഫസ് ഓഫ് ദ സ്കിന്നിനെ പുറമേ ഡ്രൈ സർഫസ് കവർ ചെയ്യുക, ബക്കൽ ക്യാവിറ്റിയെ മോയ്സ്റ്റ് സർഫസ് ആക്കുക, ഫാരിങ്സിനെയും ബക്കൽ ക്യാവിറ്റിയൊക്കെ മോയ്സ്റ്റ് സർഫസ് ആക്കുക, പിന്നെ ലൈനിങ് ഓഫ് ദ സലൈവറി ഗ്ലാൻസിനെ മോയ്സ്റ്റ് ആക്കുക, പാൻക്രിയാറ്റിക് ഡക്ട്സിന് മോയ്സ്റ്റ് ആക്കുക. ഇതൊക്കെയാണ് ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓൾ സെൽസ് ഇൻ എപ്പിത്തീലിയം ആർ ഹെൽഡ് ടുഗദർ വിത്ത് ഇൻ്റർസെല്ലുലാർ മെറ്റീരിയൽ. അപ്പോൾ ഇതിനകത്തിലെ സെൽസ് എന്ന് പറയുന്നത് ഓൾ സെൽസ് ഇൻ എപ്പിത്തീലിയം, ഈ എപ്പിത്തീലിയത്തിൻ്റെ ഏത് എപ്പിത്തീലിയമാണ്? കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ സെൽസ് എല്ലാം ഹെൽഡ് ടുഗദർ വിത്ത് ഇൻ്റർസെല്ലുലാർ മെറ്റീരിയൽ, എല്ലാം ഒരുമിച്ച് ഇൻ്റർസെല്ലുലാർ മെറ്റീരിയലോടുകൂടി ഒരുമിച്ച് ഹെൽഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് പ്രൊവൈഡ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിങ്ക് ബിറ്റ്വീൻ ഇറ്റ്സ് ഇൻഡിവിജ്വൽ സെൽസ്. അപ്പോൾ ഇതിലെ ഓരോ സെൽസിൻ്റെയും ഓരോ ഇൻഡിവിജ്വൽ സെൽസിൻ്റെയും ഇടയ്ക്കുള്ള ചില ലിങ്കുകളുണ്ട്, ചില പ്രത്യേക ഫങ്ഷൻ നിർവഹിക്കുന്ന ചില ലിങ്കുകളുണ്ട് ഇതിനകത്തിൽ, അല്ലെങ്കിൽ അതിന് ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷനാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൽ കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ ടൈറ്റ് ജംഗ്ഷൻ. എന്താണ് ടൈറ്റ് ജംഗ്ഷൻ? രണ്ടാമത്തത് അഡ്ഹറിങ് ജംഗ്ഷൻ. മൂന്നാമത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്യാപ്പ് ജംഗ്ഷൻ. അപ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള ഇൻ്റർസെല്ലുലാർ ഫങ്ഷണൽ ലിങ്കാണ് കാണപ്പെടുന്നത്. ആ ഫങ്ഷണൽ ലിങ്കിനെ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. ആ ജംഗ്ഷൻ 3 തരമുണ്ട്: ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഓക്കെ, നോക്കിക്കൊള്ളുക. വാട്ട് ആർ ദ ത്രീ ടൈപ്സ് ഓഫ് സെൽ ജംഗ്ഷൻ? ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിങ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ്പ് ജംഗ്ഷൻ. ഇതിൽ ടൈറ്റ് ജംഗ്ഷൻ്റെ ഫങ്ഷൻ നോക്കിക്കേ. ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസ് ഫ്രം ലീക്കിംഗ് അക്രോസ് ടിഷ്യൂസിൻ്റെ സബ്സ്റ്റൻസ് ലീക്ക് ചെയ്യുമ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ടൈറ്റ് ജംഗ്ഷൻ സഹായിക്കുന്നത്. അഡ്ഹറിങ് ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെർഫോമിങ് സിമെൻറ്റിങ് ടു കീപ്പ് നെയ്ബറിങ് സെൽസ് ടുഗദർ. തൊട്ടടുത്തുള്ള സെൽസുകളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്ന സെൽസാണ് ഈ അഡ്ഹറിങ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്റ് ദ സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ കണക്റ്റിംഗ് ദ സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ്, സ്മോൾ മോളിക്യൂൾസ് ആൻഡ് ഈവൻ ബിഗ് മോളിക്യൂൾസ്. അപ്പോൾ ഗ്യാപ്പ് ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, അഡ്ജസൻറ്റ് സെല്ലുകൾ തമ്മിൽ സൈറ്റോപ്ലാസമായിട്ട് കണക്റ്റ് ചെയ്തിട്ട് അത് തമ്മിൽ അഡ്ജോയിനിങ് സെൽസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേഷന് സഹായിക്കുന്ന ജംഗ്ഷനാണ് ഗ്യാപ്പ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതെന്തിനു സഹായിക്കുന്നു? ഇറ്റ്സ് ഫെസിലിറ്റേറ്റ് സെൽസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബൈ കണക്റ്റിംഗ് ദ സൈറ്റോപ്ലാസം ഓഫ് അഡ്ജോയിനിങ് സെൽസ് ഫോർ റാപ്പിഡ് ട്രാൻസ്ഫർ ഓഫ് അയോൺസ്. അയോണുകളുടെ പെട്ടെന്നുള്ള ട്രാൻസ്ഫറിന്, ചില സ്മോളർ മോളിക്യൂൾസിൻ്റെയും ഈവൻ ബിഗർ മോളിക്യൂൾസിൻ്റെയും ട്രാൻസ്ഫറിനും സഹായിക്കുന്നത് ഈ ഗ്യാപ്പ് ജംഗ്ഷനാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഇവിടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോമ്പൗണ്ട് എപ്പിത്തീലിയൽ സെൽസിൽ all cells in epithelium are held together with intercellular material. Intercellular material കൊണ്ട് ഇതിനെ എന്ത് ചെയ്തിരിക്കും? ഹോൾഡ് ചെയ്തിരിക്കും, അല്ലെ ഹെൽഡ് ടുഗദർ. ഈ സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻ, ഇതിനൊരു സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻ പ്രൊവൈഡ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ. അപ്പോൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിങ്ക്സ് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് intercellular materials. These junctions are different types. That are 3 different types of junctions are present in compound epithelial tissues. First one tight junction, second one adhering junction, third one gap junction. The tight junction function to stop substance from leaking across tissue, and adhering junction
perform cementing to keep neighboring cells together, and gap junctions facilitate the cells to communicate with each other by connecting the cytoplasm of adjoining cells for rapid transfer of ions, smaller molecules and even bigger molecules. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ആനിമൽ ടിഷ്യൂസ്, എപ്പിത്തീലിയൽ ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് ഏതൊക്കെയുണ്ട്? സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ട്, കോമ്പൗണ്ട് എപ്പിത്തീലിയം ഉണ്ട്. സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത് 3 ടൈപ്പ് ഉണ്ട്: സ്ക്വാമോസ്, ക്യൂബോയിഡൽ ആൻഡ് കോളുംനാർ. ഇതിൽ സ്ക്വാമോസ് എപ്പിത്തീലിയവും ഫ്ലാറ്റൻ ഷേപ്പാണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ക്യൂബ് ഷേപ്പാണ്. കോളുംനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത് ടോൾ സെൽസ് അല്ലെ കോളം അല്ലെങ്കിൽ സ്ലെൻഡർ സെൽസ് ആണ് കാണപ്പെടുന്നത്. പിന്നെ ചില കോളുംനാർ സെൽസും ക്യൂബോയിഡൽ സെൽസും കൂടെ അതിന് ഫ്രീ സർഫസിൽ സീലിയ ഉണ്ടെങ്കിൽ അതിനെ സീലിയേറ്റഡ് എപ്പിത്തീലിയം എന്നും, പിന്നെ സെക്രീഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ചില സെപ്പറേറ്റ് സെൽസ് ഉണ്ടെങ്കിൽ അതിനെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്നും. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്: യൂണിസെല്ലുലാർ ആൻഡ് മൾട്ടി സെല്ലുലാർ. പിന്നെ പോറിംഗ് ഓഫ് സെക്രീഷനെ ബേസ് ചെയ്തുകൊണ്ട്, മോഡ് ഓഫ് പോറിംഗ് ഓഫ് സെക്രീഷനെ ബേസ് ചെയ്തുകൊണ്ട് ഗ്ലാൻസിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: എക്സോക്രൈൻ ഗ്ലാൻസ് എന്നും എൻഡോക്രൈൻ ഗ്ലാൻസ് എന്നും. ഇത്രയാണ് സിമ്പിൾ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തെക്കുറിച്ചാണ്. കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്ന് പറയുന്നത് മൾട്ടി ലെയേർഡ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ആൻഡ് കെമിക്കൽ സ്ട്രെസ്, പിന്നെ കവർ ദ ഡ്രൈ സർഫസ് ഓഫ് ദ സ്കിൻ, moist surface of the buccal cavity, pharynx, inner lining of the salivary glands and of pancreatic ducts. പിന്നെ നമ്മൾ ജംഗ്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഓൾ സെൽസ് ഇൻ എപ്പിത്തീലിയം ആർ ഹെൽഡ് ടുഗദർ വിത്ത് ഇന്റർസെല്ലുലാർ മെറ്റീരിയൽ. സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസ് പ്രൊവൈഡ് ബോത്ത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ലിങ്ക്സ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ സെൽസ്. There are 3 types of cell junction. They are tight junction, adhering junction and gap junction. ഓക്കെ, കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.